മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട നടിയാണ് സുമലത. തൂവാനത്തുമ്പികൾ, ന്യൂഡൽഹി എന്നീ ചിത്രങ്ങൾ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടവയുമാണ്. ഒരു സമയത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ താരറാണിയായിരുന്ന സുമലത മലയാളികൾക്ക് അവർ ഇന്നും ക്ലാരയാണ്. തൂവാനത്തുമ്പികൾ എന്ന സിനിമയും അതിലെ ക്ലാര എന്ന കഥാപാത്രവും ഇന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്. ഇപ്പോഴിതാ മുമ്പൊരിക്കൽ മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും സുമലത പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. തനിക്ക് രണ്ടുപേരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ട്. മമ്മൂട്ടിക്കൊപ്പമുള്ള സിനിമ ചെയ്യുന്നതിന് വേണ്ടിയാണ് മോഹൻലാൽ തന്നെ സമീപിച്ചത്. അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് അദ്ദേഹം തൂവാനത്തുമ്പിയെക്കുറിച്ച് തന്നോട് പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ താൻ ഓക്കെ പറയുകയായിരുന്നുവെന്ന് സുമലത പറയുന്നു. അതേ സമയത്തായിരുന്നു ന്യൂഡൽഹിയും റിലീസ് ചെയ്തത്. മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിലെ നായകൻ. മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിക്കൊപ്പമാണ്. അദ്ദേഹം വളരെ സ്മാർട്ടാണ്. പക്ഷേ ലാലിനോടൊപ്പം ചെയ്ത സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് തന്നെ പ്രേക്ഷകർ കൂടുതൽ ഓർക്കുന്നതെന്ന് സുമലത പറയുന്നു. ഒരു നടൻ എങ്ങനെ ആയിരിക്കണമെന്ന് മമ്മൂട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്. മാത്രമല്ല അദ്ദേഹം എല്ലാ സിനിമകളെയും വളരെ ക്രിയാത്മകമായി വിമർശിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ പല വാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി കൂടുതൽ റിസർവ്ഡ് ടൈപ്പ് സ്വഭാവം ഉള്ള ആളാണ്. പൊതുവെ നടിമാരോടൊന്നും അങ്ങനെ അടുപ്പം കാണിക്കാറില്ല. എന്നാൽ മോഹൻലാൽ വളരെ ചെറുപ്പമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് മമ്മൂട്ടിയേക്കാളും കൂടുതൽ എളുപ്പത്തിൽ ഇടപഴകാൻ സാധിച്ചു. രണ്ടുപേരുമായും വളരെ അടുത്ത സൗഹൃദം തനിക്കുണ്ടെന്നും സുമലത പറയുന്നു. സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ തിരക്കിലായിരുന്ന സമയത്ത് തന്നെ ആദ്യം മലയാളത്തിലേക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നത് മോഹൻലാലായിരുന്നു. അതും മമ്മൂട്ടിയുടെ ചിത്രത്തിൽ നായിക ആകാൻ വേണ്ടി. പക്ഷേ ആ സിനിമ അന്ന് നടന്നില്ല. അങ്ങനെയാണ് പിന്നെ തൂവാനത്തുമ്പികളുമായി ലാൽ വീണ്ടും വരുന്നത്. കേട്ടപ്പോൾ തന്നെ താൻ ഓക്കെ പറയുകയായിരുന്നുവെന്ന് സുമലത പറയുന്നു. മിക്കപ്പോഴും ഞാനും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കാറുള്ളത് ജോഷി സാറിനൊപ്പമായിരുന്നു. 15 ദിവസത്തോളം പുലർച്ചെ 4 വരെയാണ് ന്യൂഡൽഹി എന്ന ചിത്രം ചിത്രീകരിച്ചത്. 3-4 മണിക്കൂറുകളാണ് അന്ന് ഉറങ്ങാൻ ലഭിച്ചത്. അതിൻ്റെ റിസൾട്ട് കിട്ടിയിരുന്നു. ആ പടം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു.